കൈക്കുടന്നയിൽ ഒതുങ്ങുന്ന ഹരിതശില്പം, ഇങ്ങനെ വിശേഷിപ്പിക്കാം ഒരു ബോൺസായി മരത്തെ. ഇതൊരു കലയാണ്, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കല. ജപ്പാനാണ് ബോൺസായി മരങ്ങളുടെ തറവാട്. 1300കളിൽ ടെക്കാക്കനെ ടെക്കാസിനോ എന്ന ജപ്പാൻകാരൻ ഇതിന്റെ പ്രചാരത്തിനായി ഏറെ ശ്രമിച്ചിട്ടുണ്ടെന്ന് ചരിത്രം. ശ്രേഷ്ഠമായൊരു സ്ഥാനം ബോൺസായി രീതിക്ക് കൈവന്നത് 1180 മുതൽ 1330 വരെയുള്ള ജപ്പാനിലെ കമാകുര കാലഘട്ടത്തിലാണ്. അക്കാലം മുതൽ ഇപ്പോഴും ജപ്പാൻകാർക്ക് ബോൺസായി വൃക്ഷം തലമുറയിൽ നിന്നും തലമുറയിലേക്ക് കൈമാറാനുള്ള വിലപ്പെട്ട ഉപഹാരം തന്നെയാകുന്നു. ചൈനയിൽ സെൻ ബുദ്ധിസവും ബോൺസായിക്ക് പരമമായ സ്ഥാനം നൽകുന്നുണ്ട്. എന്നാൽ ബോൺസായി മരങ്ങൾ ഇവിടെ ഉണ്ടായത്, അഥവാ വൻമരങ്ങളെപ്പോലും ബോൺസായി രീതിയിൽ വളർത്തിയെടുത്തത് ഒരു സാമൂഹികമായ ആവശ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ഉദ്യോഗസ്ഥനായ ഷാജു. ആദ്യകാലത്ത് അലോപ്പതിക്ക് മുൻപ് ഔഷധങ്ങൾക്ക് വേണ്ടി പല പല മരങ്ങളുടെയും തൊലിയും വേരുമൊക്കെ തത്സമയം കിട്ടുന്നതിനാവാം ചെറിയ ചട്ടികളിലും മറ്റുമായി മരങ്ങളെ ഒതുക്കി വളർത്താൻ തുടങ്ങിയത് എന്ന് ഷാജി പറയുന്നു. അങ്ങനെ ഉണ്ടായ ഈ ബോൺസായി വിദ്യയെ, വൈദ്യന്മാരുടെയും ചികിത്സകരുടെയും ഇടയിൽ നിന്നും തുടങ്ങിയ വിദ്യയെ ഇന്ന് മാറി അത് ആഡംബരത്തിൻ്റെയും ഒരു എന്താ പറയാൻ, അവരുടെ കേമത്വം കാണിക്കുന്ന ഒരു സംഗതിയിലേക്കാണ് ഇതിനെ എത്തിക്കാൻ പലപ്പോഴും കാണുന്നത്. ഇത് വലിയ എന്തോ ആണ്, ആർക്കും അപ്രാപ്യമായ കാര്യമാണെന്നാണ്. അപ്പം ഇതല്ല എന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള എൻ്റെ ഒരു എളിയ പരിശ്രമമാണ് ഈ ബോൺസായി മാർഗത്തിലൂടെ ഞാൻ ചെയ്യുന്നത്. ഇന്ന് 400ഓളം ഔഷധ വൃക്ഷങ്ങൾ ഷാജു സൂക്ഷിക്കുന്നുണ്ട്, ഉള്ളംകൈയിൽ എന്നോണം. കേവലമായ ഒരു വിനോദം. അത് കിളിർത്തു വന്നത് 10-18 വർഷം മുൻപാണ്. ചെലവ് ചുരുക്കി നിർമ്മിച്ചുകൊണ്ടിരുന്ന വീടിന്റെ ഒരു ചുവരിൽ പ്രത്യക്ഷപ്പെട്ട പേരാലിൽ നിന്നായിരുന്നു തുടക്കം. പൂശിയിട്ടില്ലാത്ത ഈ ചുവരിൽ ഇദ്ദേഹം പൊടിച്ചു വന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ വന്ന ഒരു ഗസ്റ്റാണിത്, ഈ ഗസ്റ്റിനെ നശിപ്പിക്കരുത്, ഇതിനെ നമുക്കൊരു പാത്രത്തിൽ നട്ടു വളർത്താമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി തന്നെ ഒരു പെയിൻറ് പാട്ടയിൽ ഇതിനെ നട്ടങ്ങ് വെച്ചു. ഇത് കുറച്ച് ദിവസം അവിടെ ഇരുന്ന് വളർന്നു. യഥാർത്ഥത്തിൽ ഈ കാണുന്ന ഇത്രയും വൈവിധ്യമാർന്ന മരങ്ങളുടെ തുടക്കക്കാരൻ ഇതാണ്. ആ ഒരു തുടക്കത്തിൽ നിന്നാണ്, ആ ഒരു അതിഥിയെ സംരക്ഷിച്ചതിലൂടെയാണ് ഞാൻ ഈ മറ്റു ആളുകളെ എല്ലാം സംരക്ഷിക്കാനായിട്ട് തുടക്കം കുറിക്കുന്നത്. മുണ്ടൻ മരങ്ങളോടുള്ള കൗതുകം ഷാജു അപൂർവ ഇനത്തിൽപ്പെട്ട വൃക്ഷങ്ങളെ സംരക്ഷിക്കാനാണ് പ്രയോജനപ്പെടുത്തിയത്. പൊതുവെ ബോൺസായി എന്ന കലയെ ഒരു കലാപ്രവർത്തനമായോ ആലങ്കാരിക വിനോദമായോ കരുതപ്പെടുമ്പോൾ ഷാജു ബോൺസായി സങ്കേതം ഉപയോഗിച്ച് ഇവിടം വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെ ഒരു മ്യൂസിയം ഒരുക്കുകയാണ് ചെയ്തത്. വരും തലമുറകൾക്ക് മുന്നിൽ ഇതൊരു അനശ്വര വിസ്മയം തന്നെയാകും. നഗരമധ്യത്തിൽ 4 സെന്റിലെ വീടിന്റെ ടെറസിലാണ് ഈ ബോൺസായി വനം. ഏറെ ഔഷധ പ്രാധാന്യമുള്ളവയും അപൂർവത്തിൽ അപൂർവമായവയും ഷാജുവിന്റെ ശേഖരത്തിലുണ്ട്. ഇത് രക്തചന്ദനമാണ്. ഈ രക്തചന്ദനം എന്ന് പറയുന്നത് വനങ്ങളിൽ വളരെ വൻമരമായി വളരുന്ന ഒരു സാധനമാണ്. ഇതിനൊരു ചട്ടിക്കുള്ളിൽ ഒതുക്കുകയോ അല്ലെങ്കിൽ ഒരു ബോൺസായി ആയി മാറ്റുകയോ ചെയ്യാൻ വളരെ പരിശ്രമം ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ സാധനം, ഈ മരം. ഇതിനെ ഈ രീതിയിൽ സംരക്ഷിക്കുന്ന ഇത് ഈ കിളികൾക്കും, എനിക്ക് ഏറ്റവും കൗതുകം എന്ന് പറയുന്നത് കിളികൾ, ചില പ്രത്യേകതരം പക്ഷികൾ അത് മുട്ടയിടുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇതിൽ പാടുകൾ ഉണ്ടാക്കും. ഇത് ഈ ചുമന്ന പാട് ഇതാണ്, ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഇത് കിളികൾ ഉണ്ടാക്കുന്നതാണ്. ഇവരിതിൽ നിന്ന് ഊർന്നു വരുന്ന കറയെ ചുണ്ടത്തെടുത്തിട്ട് പോകുന്നത് കാണാം. ഞാൻ ഈ കസേരയിട്ട് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ആ കാഴ്ചകളും ഇതിൽ നിന്ന് കാണാറുണ്ട്. പല മരങ്ങളിൽ നിന്നും അവർ കായയും ഒക്കെ ശേഖരിക്കാറുണ്ട്. ഇതിനു പിന്നിൽ ഒരു തത്വശാസ്ത്രമുണ്ട്. അതറിഞ്ഞു തന്നെയാവും
പോയ കാലം ആള് കൂടുന്നിടത്തെല്ലാം ഒരു ആൽമരമെങ്കിലും നട്ടുപിടിപ്പിച്ചത്. ഈ മരം അരയാലാണ്. നാൽപ്പാമരം എന്ന് പറയുന്ന 4 പവിത്രമായ മരങ്ങളിൽ ഒന്നാണ് അരയാല്, പേരാല്, അത്തി, ഇത്തി. ഈ 4ഉം ചേരുന്നതാണ്. ഈ മരത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, എപ്പോഴും ഈ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. ആ ചലനം അവിടെ സംഭവിക്കുന്നത് ഓക്സിജനെ പ്യൂരിഫൈ ചെയ്യുകയാണ്. ഓക്സിജൻ പ്യൂരിഫൈ ചെയ്തിട്ട് ശുദ്ധവായുവിനെ താഴേക്ക് വിടുന്നു. ഇതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു അരയാൽ തറയിൽ പ്രദക്ഷിണം വയ്ക്കണമെന്ന്. പ്രത്യേകിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അരയാലിന് ആളുകൾ പ്രദക്ഷിണം വയ്ക്കുന്നതും കാണാം. പ്രദക്ഷിണം വയ്ക്കുന്നതിന് അന്നത്തെ ആൾക്കാർ പറഞ്ഞു കൊടുത്തത് ഇത് ത്രിമൂർത്തി സങ്കല്പമായിട്ടാണ്. ഹിന്ദു വിശ്വാസപ്രകാരമാണെങ്കിൽ മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണെ, അഗ്രതോ രുദ്രരൂപായ എന്നാണ്. ഈ 3 ത്രിമൂർത്തി സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഇതിനെ ആരാധിക്കാനായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നും ആധുനിക സയൻസ് ഇത് തെളിയിച്ചിരിക്കുന്നു. ഇതിൻ്റെ കീഴിലിരുന്നാൽ ശുദ്ധമായ ഓക്സിജൻ കിട്ടും. നമുക്കറിയാം, ശബരിമലയിലേക്ക് പോകുമ്പോഴത്തേക്കും ആളുകൾ ഓക്സിജൻ പാർലറുകളുണ്ട്, കിയോസ്കുകളുണ്ട്. അതിനകത്ത് കയറിയിരുന്നിട്ട് ശുദ്ധവായു ശ്വസിച്ചിട്ടാണ് അവർ പുറത്തേക്ക് വരുന്നത്. അതുപോലെ ജപ്പാനിലൊക്കെ വളരെ സർവ്വസാധാരണമായി ഈ ഓക്സിജൻ കിയോസ്കുകളുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കാവശ്യം ഓക്സിജൻ പാർലറുകളേക്കാൾ അരയാൽ തറകളാണ്. അതിൻ്റെ കീഴിലിരുന്നാൽ ശുദ്ധമായ ഓക്സിജൻ കിട്ടുമെന്ന് സയൻസ് ഇന്ന് വളരെ വ്യക്തമായി തെളിയിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. പല ഒറ്റമൂലി ഔഷധങ്ങളും ഇവിടെ കാണാം. ഉദാഹരണത്തിന് ഉങ്ങ്. ഈ ഉങ്ങിൻ്റെ പ്രത്യേകത, മുറിവെണ്ണ, കൊട്ടൻ ചുക്കാദി തുടങ്ങിയ ആയുർവേദ വളരെ പ്രസിദ്ധമായതാണ് ഈ മുറിവെണ്ണയൊക്കെ. കൊട്ടൻ ചുക്കാദിയും അതുപോലെ തന്നെ. ഇതിൻ്റെ പട്ടയിൽ നിന്നാണ് അതെല്ലാം അത് കഷായമാക്കിയും പല രൂപത്തിൽ. എന്തായാലും മുറിവെണ്ണയുടെ ഒരു ഒഴിച്ചുകൂടാനാകാത്തൊരു സാധനമാണ് ഈ ഉങ്ങ്. ഉങ്ങിൻ്റെ കായുണ്ട്, കായിൽ നിന്ന് അതിൽ നിന്ന് എണ്ണ എടുക്കുന്നു, പല രൂപത്തിൽ അതെടുക്കാം. പോയ കാലത്ത് ഗ്രാമീണ പെൺകുട്ടികളുടെ പ്രിയപ്പെട്ട ബ്യൂട്ടീഷ്യനായിരുന്നു ഇത്. സാക്ഷാൽ മൈലാഞ്ചി. ബ്യൂട്ടി പാർലറുകളൊന്നും ഇല്ലായിരുന്ന കാലത്ത് നമ്മുടെ സ്ത്രീജനങ്ങളൊക്കെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി അവരെ ആശ്രയിച്ചിരുന്ന ഒരു സംഭവമാണ്. അതിനു മുമ്പ് ചുവർചിത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് കളറുണ്ടാക്കാനും ഇത് വളരെ ആവശ്യമായിരുന്നതാണ്. ഹെന്ന എന്നറിയപ്പെടുന്ന മൈലാഞ്ചി. നാൽപ്പാമരം എന്ന് ഒറ്റപ്പേരിൽ അറിയപ്പെടുന്ന 4 വൻമരങ്ങളിലൊന്നായ ഇത്തിയാണിത്. ഈ ഇത്തി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാവുന്ന ഒരു സംഭവം, ഇത് എല്ലായിടത്തും വളരാറില്ല. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കിണറുകളിൽ, ചില തകർന്നുകൊണ്ടിരിക്കുന്ന ചില തറവാടുകളുടെ ഉള്ളിൽ നിന്ന്, അങ്ങനെയുള്ള എന്തോ ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്നായിരിക്കും ഇത്തി മുളച്ചു വരുന്നത് ഞാൻ അധികവും കണ്ടിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് എന്തുകൊണ്ട് അവിടെ വരുന്നു, അല്ലാതൊരു ഇതിൽ വരുന്നില്ല. വളരെ റെയറായിട്ടാണ്. ഇവിടെ വളരെ കോമൺ ആയിട്ട് പൊങ്ങി വരികയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓൾ സ്പൈസസ് എന്നറിയപ്പെടുന്ന സർവ്വസുഗന്ധിയാണിത്. ഇതിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ തുളസിക്ക് കൊടുക്കുന്ന പ്രാധാന്യമാണ്. ഒരു വീട്ടിൻ്റെ ഐശ്വര്യത്തിനും ആ വീട്ടിൻ്റെ അഭിവൃദ്ധിക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ, മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അവർ വീട്ടിൽ നടയിലിത് നട്ടു വളർത്തുന്നു. ഇതിനകത്തുനിന്ന് എല്ലാ സുഗന്ധവും, ഈ ഒരൊറ്റ ഇല, ഈ 500 ലിറ്ററോളം വെള്ളമുള്ള ഒരു ടാങ്കിനകത്ത് അത് തിളപ്പിക്കുമ്പോൾ ഈ ഒരു ഇല ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ ആ മണം, ആ സുഗന്ധം കൊണ്ട് നിറയുന്നതാണ്. വളരെ ഇതായിട്ടുള്ളൊരു മരമാണിത്. സോറിയാസിസ് എന്ന അസുഖത്തിനുള്ള പ്രധാന മരുന്നായി ഉപയോഗിക്കുന്ന ദന്തപാല എന്നും പറയും. ബൈബിളിലെ 4 വിശുദ്ധ വൃക്ഷങ്ങളിൽപ്പെടുന്ന ഇസ്രായേൽ അത്തി. ഈ ഇലകൾക്ക് 1 മീറ്ററോളം ഡയമീറ്ററുള്ള വലിയ ഇലയായി മാറും. അപ്പോൾ ഇതൊരു ചട്ടിക്കകത്ത് വെക്കണമെങ്കിൽ അതിനകത്ത് കുറേ പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ചെയ്ത ഒരു ഇതാണ്. അതിനെ മുറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ശിഖരങ്ങളെ ഒരു 8ൻ്റെ രൂപത്തിൽ ഇതാ ഇവിടെ ഇങ്ങനെ 8, അതിൻ്റെ മുകളിലൊരു 8, അങ്ങനെ ഒരു 88 പോലെ അതിനെ അങ്ങ് വളച്ചു വിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് ആ രീതിയിൽ അങ്ങ് നിന്നോളും. കുറേ കഴിയുമ്പോഴത്തേക്കും അത് യൂസ്ഡ് ആവും. ആ രീതിയിൽ തന്നെ അത് വളരാൻ പറ്റും. ഇത് ഓസോൺ മരം.
ഈ മരം ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഓസോൺ പാളിയിലുള്ള വിള്ളലുകൾ സംരക്ഷിക്കാനായിട്ട് ഇന്ന് ശാസ്ത്രലോകം വളരെ അന്വേഷണത്തിലാണ്. അപ്പോൾ അതിന് നമുക്ക് AC-യോ പെയിൻറ്റോ ഫ്രിഡ്ജോ കാറോ ഒന്നും ഉപേക്ഷിക്കാൻ കഴിയില്ല. മനുഷ്യന് അത്തരം സംവിധാനങ്ങൾ കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഓസോൺ പാളിയിലെ പ്രശ്നങ്ങളും കൂടുതലുണ്ടാവും. അപ്പോൾ അത് സംരക്ഷിക്കണമെങ്കിൽ ഇത്തരം മരങ്ങൾ പ്രകൃതിയിൽ നട്ടു വളർത്തിയാൽ അതിനൊരു വലിയ പരിഹാരമാവുമെന്നാണ് ഇന്ന് സയൻസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് തുളസിയും ഈ മരത്തിൻ്റെയും പ്രാധാന്യം. ഇത് രണ്ടിനുമാണ് ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മുറികൂട്ടി എന്നും മൃതസഞ്ജീവനി എന്നും പേരുള്ള പെൻസിലിൻ മരമാണിത്. പെൻസിലിൻ പ്ലാന്റാണ്. നമ്മുടെ ശരീരത്തിൽ വലിയൊരു മുറിവുണ്ടായി സ്റ്റിച്ച് ഇട്ടാലേ അത് ഉണങ്ങുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ കറ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൂല് പോലെ വരും. ഇത് ആ മുറിവിനെ ഉണക്കും. തയ്യലിടാതെ തന്നെ, പെൻസിലിൻ ഇഞ്ചക്ഷൻ എടുക്കാതെ തന്നെ ആ മുറിവിനെ ഉണക്കും. ഇത് മുള്ളുരുക്കി. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ ആ മുള്ളു കൊണ്ട ഭാഗത്ത് ഇതിനെ ഒന്ന് ഇറ്റിച്ച് വയ്ക്കുക. ഇറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ മുള്ളു പഴുത്ത് പുറത്ത് ചാടും. അതാണ് ഈ മുള്ളിനെ പുറത്ത് ചാടിക്കുന്ന വിദ്യ. കുന്തിരിക്കം തരുന്ന മരമാണിത്. കുന്തിരിക്കം റബ്ബർ എടുക്കുമാതിരി ടാപ്പ് ചെയ്തിട്ടാണ് കുന്തിരിക്കം എടുക്കുന്നത്. കുന്തിരിക്കം പുകയ്ക്കുന്നതൊക്കെ അണുനാശിനിയാണ്. വളരെ അറിയുന്ന സംഗതിയാണ്. ലോങ് എന്ന സുഗന്ധമരം. ലോങ് എന്ന് പറയുന്ന ഒരു വിദേശ മരമാണ്. ഇതിൽ നിന്നാണ് ഞാൻ യാർഡി പൗഡറും യാർഡി സെൻറ്റും ഒക്കെ ഉണ്ടാക്കുന്ന ഇതിൻ്റെ പൂവാണ്. ഇതിൻ്റെ ഒരു പൂ നമ്മൾ പോക്കറ്റിലോ വീട്ടിനകത്തോ മുറിയിലോ വെച്ചിരുന്നാൽ ആ മുറി മുഴുവൻ അതിൻ്റെ സുഗന്ധം കൊണ്ട് നിറയും. വളരെ ഇതായിട്ടുള്ളൊരു ഇതാണ്. കരിവീട്ടി എന്ന റോസ് വുഡാണിത്. വളരെ സാവധാനമേ വളരൂ. ഇതാണ് കരിവീട്ടി. ഇതിൻ്റെ കുഞ്ഞ് തൈകൾ ഈ വേരുകളിൽ നിന്ന് തന്നെ ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ പൊട്ടിയിട്ട് അവിടെ നിന്ന് ഇത് കിളുത്ത് വരും. അതിനെ ഇളക്കി വെച്ചാൽ ഇതുപോലെ നമുക്ക് കരിവീട്ടിയുടെ തൈയെ മാറ്റിയെടുക്കാം. അങ്ങനെയാണ് ഞാനിതിനെ ഇതെൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കും. ഈ ബോൺസായി കാട്ടിലെ ഏക കേരവൃക്ഷം. 15 വർഷം പഴക്കമായ തെങ്ങാണ്. ഇതിൻ്റെ ഈ തടിയുടെ ഇവിടുത്തെ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ വളർച്ച. ഞാനിതിനെ ഒരു പൊന്തയുടെ പുറത്ത് വളർത്തുന്ന രീതിയിലാണ്. അതിൻ്റെ അങ്ങനെ നിലനിർത്താൻ വേണ്ടിയാണ് ഈ പാത്രത്തിനെ മാറ്റിയിട്ട് ഇങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഈ വേരുകൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. ഈ പാത്രം നിറയും. അതിനെ ഉൾക്കൊള്ളാൻ വയ്യാത്തൊരു അവസ്ഥ വരുമ്പോഴത്തേക്കും ഞാൻ ഇതിനെ മാറ്റിയിട്ട് കുറച്ചുകൂടെ വലിയൊരു പാത്രം വെച്ച് കൊടുക്കും. അങ്ങനെ ഇതൊരു 3ാമത്തെ പാത്രത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ പൊറ്റപ്പുറത്ത് നിന്നത് വളരുന്നു. ഇതിന് 17 ഓല വന്നാൽ ഇത് കായ്ക്കും എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ വശം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 3-4 ഓല കൂടെ വരുമ്പോഴത്തേക്കും ഇതുമാതിരി കൃത്യമായിട്ട് വരുന്നുണ്ട്. ബ്രേക്കില്ലാതെ തന്നെ ഓലകൾ പുതിയത് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇതിലൊരു കായ ഉണ്ടാകും. ആ ഉറപ്പോടു കൂടിയാണ് ഞാനിതിനെ കഴിഞ്ഞ 17 വർഷമായിട്ട് സംരക്ഷിച്ചു വരുന്നത്. സാമ്പാറിലും മറ്റു കറികളിലും ഉപയോഗിക്കുന്ന കായം ലഭിക്കുന്നത് ഈ വൃക്ഷത്തിൽ നിന്നാണ്. കായമരമാണിത്. കായം സാധാരണഗതിയിൽ കായം എടുക്കുന്നത് കായത്തിൻ്റെ ഒരു 10-15 വർഷത്തെ പഴക്കം വരണം. നട്ട് 15 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് വിളവെടുപ്പ് ആരംഭിക്കാം. വിളവെടുപ്പ് സാധാരണ ചെയ്യുന്നത് ഈ വേര് ഇവിടെ വേര് മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ വേര് പൊങ്ങി വരും. ഈ ഭാഗത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റബ്ബറിൽ നിന്ന് കറ വരുമാതിരി കായത്തിൻ്റെ കറ ഊർന്നു വരികയും ആ കറയാണ് കായമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കറിക്ക് ആവശ്യത്തിന് വാങ്ങുന്ന മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കായത്തിൽ 20% കായമുള്ളൂ. ബാക്കി 80% ഗോതമ്പ് മാവോ മൈദയോ ചേർത്തിട്ടാണ് അത് വരുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ ഔഷധ ആവശ്യത്തിനും ഒക്കെ ആയിട്ട് ശുദ്ധമായ കായം നമുക്കെടുക്കാം. ഈ കായം വേരിൽ നിന്ന് ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ മുകുളങ്ങളിൽ കായത്തിൻ്റെ അംശം മുത്തുപോലെ പുറത്തേക്ക് വന്ന് നിൽക്കുന്നത് കാണാം. ഇതാകുന്നു പവിത്രമായി കരുതപ്പെട്ടു പോരുന്ന രുദ്രാക്ഷമരം. ഹിമാലയ സാനുക്കളിൽ നിന്നും ഷാജു കൊണ്ടുവന്ന് അതീവ ശ്രദ്ധയോടെ വളർത്തിയെടുത്തത്. രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകത, നമ്മൾ തേങ്ങ ഇപ്പോൾ ഉദാഹരണമായിട്ട് തേങ്ങ എടുക്കുകയാണെങ്കിൽ തെങ്ങ് ഓസ്ട്രേലിയയിലായാലും സിംഗപ്പൂരിലായാലും തിരുവനന്തപുരത്തായാലും തേങ്ങയുടെ പ്രോപ്പർട്ടി ഒന്നാണ്. അതിനകത്തെ കെമിക്കൽ സ്ട്രക്ചർ എടുത്താലും ശരി, ഇത് എടുത്ത് ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കിയാലും അതിൻ്റെ പ്രോപ്പർട്ടി ഒന്നായിരിക്കും. ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് വെളിച്ചെണ്ണയുടെ അളവിൽ ചിലപ്പോൾ സിംഗപ്പൂർ
ശ്രീലങ്കൻ തേങ്ങയ്ക്ക് വെളിച്ചെണ്ണ കുറവായിരിക്കും, കേരളത്തിൽ കൂടുതൽ. ഈ ഒരു വ്യത്യാസം സംഭവിക്കുള്ളൂ. പക്ഷേ പ്രകൃതിയിൽ രുദ്രാക്ഷത്തിന് മാത്രമാണ് ഒരു മരത്തിൽ നിന്ന് 24 തരം കായ്കളുണ്ടാകുന്നത്. ഈ 24 കായ്ക്കും 24 പ്രോപ്പർട്ടിയാണ്, 24 ഔഷധ ഗുണമാണ്, 24 കെമിക്കൽ ഗുണമാണ്. ഇങ്ങനെ വൈവിധ്യത്തിൻ്റെ ഒരു വലിയ കലവറയാണ് ഈ മരം. ഇതും പ്രകൃതിയിലെ മരങ്ങളിലെ ഒരു അത്ഭുതമാണ്. ഇത് ഏറെ ഔഷധ പ്രാധാന്യമുള്ള മട്ടിവാഴ. ഈ ചട്ടിയിൽ നിന്നുകൊണ്ട് എനിക്ക് 5 പരം കൊല കിട്ടി. അതിൻ്റെ ഒരു കുഞ്ഞു തൈയാണ് നിൽക്കുന്നത്. ഇത് ഞാൻ വളരെ കെയറില്ലാതെ വിട്ടിരിക്കുകയാണ്. പാപ്പുവ ന്യൂഗിനിയയിൽ നിന്നെത്തിയ തേക്കുമരം. പപ്പുവ ന്യൂഗിനിയ എന്നുള്ള ഒരു തേക്കിൻ്റെ ആ ഫാമിലിയിൽപ്പെട്ട ഒരു മരമാണ്. വളരെ ഉറപ്പുള്ള തടിയാണിതിന്. പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന മരം. ഇത് ഞാൻ നട്ടിട്ട് 16 വർഷമായി. 14 വർഷം വേണ്ടി വന്നു. ഇത് 2ാം വർഷമാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൂക്കാൻ പാടില്ല. വിഷുക്കാലത്താണിത് കണിക്കൊന്ന പൂക്കുന്നത്. നമ്മുടെ സംസ്ഥാന പൂവാണ്, മരമാണ് കണിക്കൊന്ന. അത്ര പ്രാധാന്യമുള്ള ഇതാണ്. വിഷുക്കാലത്ത് അത് പൂത്തലഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കവികളും ഒക്കെ വർണ്ണിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കാരണം, കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം കാരണം, അതെല്ലാം മനുഷ്യൻ്റെ പിടിയിൽ നിന്നും വിട്ടുപോകുന്നത് കാരണം ഇത് കാലം തെറ്റി പൂക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിഷുക്കാലത്ത് ചെറിയ കുറച്ച് പൂവുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നിറച്ച് ഇതിന് മുമ്പുണ്ടായ ഇതാണ്. ഇതിൻ്റെ ആ നിറവ്യത്യാസം കണ്ടോ? ഇപ്പോൾ പൂ ചേഞ്ച് വരുമ്പോഴത്തേക്കും, പൊഴിയാറാകുമ്പോഴത്തേക്കും ഇത് ആ മഞ്ഞ നിറത്തിൽ നിന്ന് പോവും. അത് വളരെ പ്രാധാന്യമുള്ള സംഭവമാണ് ഈ കണിക്കൊന്ന. ഇതിങ്ങനെ മുറത്തിൽ 14 വർഷം കൊണ്ട് ഞാൻ സംരക്ഷിക്കുകയാണ്. പഴുതാര വിഷത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന പഴുതാര ചെടി. പഴുതാര ചെടിയാണ്. പഴുതാര കടിച്ചാൽ ഇതിൻ്റെ ഇല ഒറ്റമൂലിയായിട്ടാണ് പ്രയോഗിക്കുന്നത്. പഴുതാരയുടെ ഷേപ്പിൽ തന്നെയാണ് ഇതിൻ്റെ നിപ്പും. 6 വയസ്സ് പ്രായം വരുന്ന ബദാം മരം. ഇത് ബദാം സാധാരണ നമ്മൾ വലിയ മരമായിട്ട് കാണുന്നതാണ്. അതിനെ ഈ രൂപത്തിൽ സംരക്ഷിക്കുകയാണ്. ഇതിനൊരു 6 വയസ്സോളം പ്രായം വരുന്നതാണ്. പരുത്തി മരം. ഇതിനു പുറമെ ഷാജി നടത്തിയ കൗതുകകരമായ ഒരു പരീക്ഷണമാണ് ഈ പരസ്പരം പുണർന്നു വളരുന്ന മാവുകൾ. ഒരു മാങ്ങയണ്ടിക്കകത്ത് ഒരു മൽഗോവ പോലുള്ള ഒരു വലിയ മാങ്ങയണ്ടി എടുത്തിട്ട് അത് പൊടിച്ചു വരുന്ന സമയത്ത് അതിനെ കീറിയിട്ട് അതിനുള്ളിലേക്ക് കുഞ്ഞു നാട്ടുമാവിൻ്റെ അണ്ടികൾ വെച്ചിട്ടാണ് 1, 2, 3, 4, 5 മാവ് ഒരുമിച്ച് വളർന്നു വരികയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു നട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും നോക്കൂ, ഇതിൻ്റെ ചോട് ഒറ്റ മൂടായിട്ടിങ്ങനെ വരികയാണ്. ഇനി ഇതിനെ മണ്ണിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു മാവിൽ നിന്ന് തന്നെ അത് ബഡ് ചെയ്യാതെ നാച്ചുറലായിട്ട് 5 മാങ്ങ ഉണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടാകും. വലുതായ ഒന്നിനെ ചെറുതാക്കും പോലെ ചെറുതിനെ വലുതിലേക്ക് എത്തിക്കാനും ഷാജു ശ്രമിക്കുന്നുണ്ട്. ആലിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഇതാണ്. ഇതിൽ കായ്കൾ വരെ ഉണ്ട്. അതിൽ ഈ വേരുകൾ എത്രമാത്രം വലുതാക്കി വളർത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 1 മീറ്റർ കൂടുതൽ നീളത്തിലേക്ക് അത് വന്നു കഴിഞ്ഞു, ഈ കൊച്ചു പാത്രത്തിൽ നിൽക്കുന്ന ഇത്. അതുപോലെ തന്നെ ഇത് മുക്കുറ്റിയാണ്. മുക്കുറ്റി സാധാരണ നിലത്തുനിന്ന് ഒരു 2-3 ഇഞ്ച് പൊങ്ങി മാത്രം കാണുന്നതാണ്. അതിന് ബ്രാഞ്ചസ് ഉണ്ടാകാറില്ല. ഇത് നോക്കൂ, ഇതിന് 4 ബ്രാഞ്ച് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും വലുത് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ഹൈറ്റായി കഴിഞ്ഞു. ഇതിനും ഒരു 10-14 വർഷത്തെ പ്രായമുള്ള മുക്കുറ്റിയാണ്. സാധാരണ മുക്കുറ്റിക്ക് ഇത്ര പോലും, ഈ എൻ്റെ കൈ വിരലിരിക്കുന്നതിൻ്റെ അത്രയും വലിപ്പം പോലും ഉണ്ടാകുന്നതല്ല. കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് ഷാജു ഈ ബോൺസായി വനം നിലനിർത്തിക്കൊണ്ടുപോരുന്നത്. ഈ തലമുറയിൽ നിന്നും വരും തലമുറയിലേക്ക് ഈ മരങ്ങൾ, ഇവയെക്കുറിച്ചുള്ള അറിവുകൾ നാമ്പു നീട്ടി വളരണം എന്ന ഒരേയൊരു ഉദ്ദേശം മാത്രമേ ഷാജുവിനുള്ളൂ. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തന്നെ തോന്നാനിടയായ ഒരു അനുഭവം ഒരിക്കൽ ഷാജുവിനുണ്ടായി. ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പ്ലാന്റ്സ്, ഔഷധ മരങ്ങളുടെ കുഞ്ഞ് നഴ്സറിയുണ്ട്. അവിടെ വാങ്ങാൻ കിട്ടും. ഇക്കാണുന്ന ഓരോ അപൂർവ ഇനം മരത്തിന്റെയും തയ്യോ വിത്തോ തേടി ഷാജു നടത്തിയ യാത്രകൾ ഏറെ. ഒട്ടേറെ സസ്യശാസ്ത്രജ്ഞരുമായി സംവദിച്ചും ഓരോന്നിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുമൊക്കെ ഷാജു ഒരുക്കിയെടുത്ത
ഈ ഔഷധ ബോൺസായി വനം നമ്മുടെ കാലത്തിനുള്ള മഹത്തായ